നമസ്തേ. സന്ദേശമാല കാണുന്ന എല്ലാ ആളുകളും ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കുട്ടിക്കാലത്ത് ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്താത്തവരൊന്നും ഉണ്ടാവില്ല. അപ്പുറത്തെ വീട്ടിലെ മാങ്ങ വീണെടുക്കുമ്പോൾ പറമ്പ് ചാടി അതെടുത്തു. അതിനൊക്കെ ചെറിയ ചെറിയ മോഷണങ്ങൾ ഉണ്ടാവുമല്ലോ. ബാലചാബല്യമായിട്ട് അതിനെ കാണും. അതങ്ങനെയാണ് ആ കാലം, കുട്ടിക്കാലം. ഒരു കുട്ടി അവിടെ നിന്നൊക്കെ വളർന്ന് ഇപ്പോൾ ക്ലാസ്സിലെ സഹപാഠികളുടെ പെൻസില്, പേന, റബ്ബർ അങ്ങനെ പലതും മോഷ്ടിച്ചു കൊണ്ടുവരാൻ തുടങ്ങി. അതങ്ങനെ പലതും മോഷ്ടിച്ചു കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ കുട്ടികൾ ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ കുട്ടിയെ വിളിച്ച് ഉപദേശിച്ചു. അങ്ങനെ ചെയ്യരുത്, മറ്റുള്ള കുട്ടികളത് എടുക്കാൻ പാടില്ല എന്നൊക്കെ ഉപദേശിച്ചു. പക്ഷേ കുട്ടിയുടെ സ്വഭാവം മാറുന്നില്ല. അവൻ വീണ്ടും പല കുട്ടികളുടേതും മോഷണം നടത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ഗതികെട്ട് ടീച്ചർ ഹെഡ് മാസ്റ്റർക്ക് വിവരം പറഞ്ഞു. കുട്ടി ഇങ്ങനെ പറഞ്ഞനുസരിക്കുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ രക്ഷിതാക്കളോട് വിവരം പറയാൻ പറഞ്ഞു ഹെഡ് മാസ്റ്റർ. രക്ഷിതാക്കൾ എടുത്ത് വിവരം പറയാൻ പറഞ്ഞപ്പോൾ ടീച്ചർ ഒരു ദിവസം രക്ഷിതാക്കളുടെ അടുത്ത് പോയി കുട്ടിയുടെ അമ്മയെ കണ്ടു. അമ്മയോട് വിവരം പറഞ്ഞു. നിങ്ങളുടെ മകൻ മറ്റുള്ള കുട്ടികളുടെ റബ്ബർ, പേന, പെൻസിൽ ഇങ്ങനെയൊക്കെ മോഷ്ടിക്കുന്നുണ്ട്. ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും അവനനുസരിക്കുന്നില്ല. അവൻ വീണ്ടും പഴയതുപോലെ മോഷണം തുടങ്ങിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ കുട്ടിയെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ രക്ഷിതാക്കളല്ലേ. ഞങ്ങൾ പറഞ്ഞ് കുറച്ച് കൂടിപ്പോയാൽ ഒരു വടിയെടുത്താൽ അത് ഞങ്ങൾക്ക് ദുരിതമാണ്. ഇപ്പോഴത്തെ അറിയാലോ, ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി അറിയാലോ, ഒരു വടിയൊന്നും എടുക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോളാം, ടീച്ചർ നടപടിയൊന്നും അവിടെ നിന്ന് എടുക്കണ്ട. കുട്ടിയുടെ അച്ഛൻ ഞായറാഴ്ച വരും, ഞായറാഴ്ച വന്നാൽ ഞാൻ അച്ഛനോട് പറഞ്ഞോളാം എന്നും പറഞ്ഞു. ഞായറാഴ്ച ദിവസം കുട്ടിയുടെ അച്ഛൻ വന്നപ്പോൾ അമ്മ പറഞ്ഞു, നമ്മുടെ മകനെ പറ്റി ടീച്ചർ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള കുട്ടികളുടെ പെൻസില്, റബ്ബർ, പേന ഇതൊക്കെ മോഷ്ടിച്ചു എടുക്കുന്നുണ്ട്. കൂടാതെ വായ തുറന്ന കളവേ പറയുള്ളൂ പോൻ. ടീച്ചർ അത് ഒന്ന് കംപ്ലൈൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കളവ് പറയുകയും കള്ളശീലം നടത്തുകയും ചെയ്യുന്ന ഒരു കുട്ടി വേറെ ഞങ്ങളുടെ ക്ലാസ്സിലില്ല. ഞങ്ങൾക്ക് നടപടി എടുക്കേണ്ടി വരും ഇങ്ങനെ പോയാൽ. അതുകൊണ്ട് ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളോട് ഉപദേശിച്ചു കൊടുക്കണം. അങ്ങനെയാണ്. അവനെ കൂടെ വിളിക്കി. അപ്പം അവൻ വരുമ്പം അച്ഛൻ ഉപദേശിക്കാൻ വിളിക്കുക. മകൻ വരുന്ന സമയത്ത് ലാൻഡ് ഫോൺ അവിടുന്ന് ബെല്ലടിക്കുന്നു. ലാൻഡ് ഫോൺ ബെല്ലടിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ആദ്യം ആ ഫോൺ എടുക്കുക. ഫോണിൽ അങ്ങേ തലക്കൽ സംസാരിക്കുന്നത് ഗോപാലൻ നായരാണെങ്കിൽ അച്ഛൻ ഇവിടെ ഇല്ല, വന്നിട്ടില്ല, ഈ ആഴ്ച വരില്ല എന്ന് പറഞ്ഞേക്ക്. എന്തിനാ വിളിക്കണത്? കളവ് പറയരുത്, കക്കരുതെന്ന് പറയാം. അപ്പം കുട്ടിയോട് ഇപ്പം എന്താ പറഞ്ഞു കൊടുത്ത അച്ഛൻ? ഗോപാലൻ നായരാണെങ്കിൽ അച്ഛൻ ഇവിടെ ഇല്ല, ഈ ആഴ്ച വരില്ല എന്ന് പറഞ്ഞേക്കുന്നത്. ഫലത്തിൽ കുട്ടി ഇപ്പം എന്താ പഠിച്ചത്? അത്യാവശ്യമാണെങ്കിൽ കളവ് പറയാമെന്ന് കുട്ടിയെ പഠിപ്പിച്ചു.
അതേതോ വേറെ ആരോ ആയിരുന്നു. അച്ഛനെ സംസാരിക്കാൻ പോയി. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തിനാ മോനെ ഞങ്ങളെ പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണത്? നിനക്ക് അങ്ങനെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എടുത്തുകൊണ്ട് തരില്ലേ വൃത്തിയായി. അപ്പോൾ അമ്മ എന്താ പഠിപ്പിച്ചത്? ഓഫീസിൽ നിന്ന് വരുമ്പം എടുത്തുകൊണ്ട് തരില്ലെന്ന്. അതായത് അമ്മ അവിടുന്ന് കട്ടുകൊണ്ട് തരില്ലെന്ന് ഓഫീസിലെ സാധനം. അപ്പോൾ കുട്ടിക്ക് കക്കാനും പഠിച്ചു, കളവ് പറയാനും പഠിപ്പിച്ചു. ഇതാണ് ഇപ്പോൾ രണ്ടും പഠിച്ചത്. രക്ഷിതാക്കൾ പഠിപ്പിച്ചു കൊടുത്താൽ രക്ഷിതാക്കൾ എന്താണോ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് മക്കൾ പഠിക്കുകയാണ്. പല വീടുകളിലും കാണാം, വേണ്ടാത്ത വർത്തമാനങ്ങൾ മക്കളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും. അവരച്ഛനും അമ്മയും പറയുന്ന വാക്കുകൾ കേട്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. കുട്ടികളത് പറയും. കുട്ടികളെന്ന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? അമ്മ ഇതുപോലെ ഓഫീസിൽ നിന്ന് ഓരോന്ന് കട്ടുകൊണ്ടുവരുന്നത് കൊണ്ടല്ലേ കുട്ടി ഇപ്പം ഇത് കക്കുന്നത്. അത് കുട്ടി കാണുന്നില്ലേ അമ്മ കൊണ്ടുവരുന്നത്? അതുപോലെ അച്ഛൻ അവിടുന്ന് ഫോണിൽ സംസാരിക്കുന്നത് കുട്ടി കേൾക്കുന്നില്ലേ കളവ് പറയുന്നത്? ആവശ്യത്തിന് കളവ് പറയാമെന്നും ആവശ്യത്തിന് കക്കാമെന്നും ഇപ്പോൾ കുട്ടി രക്ഷിതാക്കളിൽ നിന്ന് പഠിച്ചു. ഒഴിവാക്കുക അത്തരം പദങ്ങൾ, പ്രവൃത്തികൾ എല്ലാം വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ ഒഴിവാക്കുകയല്ലേ വേണ്ടത് എന്ന് വെറുതെ ഒന്നാലോചിക്കുക.